നമുക്കറിയാം ജയസുരൻ സാർ എല്ലാ കാലത്തും പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനൊക്കെ സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടുണ്ട്. പലയിടങ്ങളിലും പല പ്രസ്താവനകളിലും പല നിലപാടുകളിലും ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്ന രീതി. ഇപ്പോഴിതാ സ്വന്തം പാർട്ടിക്കുള്ളിലും ആ ഏകാധിപത്യം പിണറായി വിജയൻ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് പി.കെ. ശ്രീമതിയുടെ വിഷയത്തിലൂടെ. പോളിറ്റ് ബ്യൂറോയെയും സെൻട്രൽ കമ്മിറ്റിയെയും ഒക്കെ തള്ളി ഇതാണ് എന്റെ തീരുമാനം എന്ന് പിണറായി വിജയൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. പാർട്ടി അതനുസരിക്കേണ്ടി വരുന്ന അവസ്ഥ. നമുക്ക് എങ്ങനെ ഈ ഒരു വിഷയത്തെ വിശദീകരിക്കാൻ സാധിക്കും? ലോകത്ത് 56 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആകെ അവശേഷിക്കുന്നത് 4 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ. അപ്പോൾ ഈ 52 കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും അസ്തമിച്ചതിന്റെ പിന്നിൽ ഒരു പ്രത്യേകമായിട്ടുള്ള പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. അതായത് അത് റഷ്യയിലാണെങ്കിലും അത് പോളണ്ടിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അത് അങ്ങേയറ്റം വിശാലമായ ഒരു തൊഴിലാളി വർഗ സർവാധിപത്യ ജനാധിപത്യം അവിടെ ഉണ്ട്. അങ്ങനെയാണ് അധികാരത്തിൽ വരുന്നത്. റഷ്യയിൽ ലെനിൻ അധികാരത്തിൽ വന്നതും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? പിന്നെ പാർട്ടി പിടിമുറുക്കുകയാണ്. ജനാധിപത്യം അപ്രത്യക്ഷമാവുകയും പാർട്ടിയുടെ ഏകാധിപത്യത്തിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ തുടർച്ചയായിട്ടുള്ള ഭരണങ്ങൾ വരും. പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രവർത്തന അനുമതി ഇല്ലാത്തതുകൊണ്ട് പ്രതിപക്ഷമില്ല. തെരഞ്ഞെടുപ്പുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും വീണ്ടും അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് ഏറ്റവും അവസാനം എന്ത് സംഭവിക്കും? ഈ പാർട്ടി എന്നുള്ളത് തന്നെ ചുരുങ്ങി ചുരുങ്ങി ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യും. പിന്നെ പാർട്ടിയില്ല, വ്യക്തി മാത്രമാവും. ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയിലൊക്കെ പരമോന്നതമായിട്ടുള്ള ഒരു അധികാര സ്ഥാനം എന്ന് പറയുന്നത് പോളിറ്റ് ബ്യൂറോയാണ്. പോളിറ്റ് ബ്യൂറോയുടെ തൊട്ട് താഴെ സെൻട്രൽ കമ്മിറ്റി ഉണ്ട്. സെൻട്രൽ കമ്മിറ്റിക്ക് താഴെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. ഇങ്ങനെ ഇതിനൊരു ഹൈറാർക്കി, സിസ്റ്റമാറ്റിക് ഹൈറാർക്കിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ അധികാരം 2-3 തവണ തുടർച്ചയായിട്ട് വരുന്നതോടുകൂടി ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടെങ്കിലും ആ സംവിധാനങ്ങൾ അപ്രസക്തമാവും. മറ്റ് രാജ്യങ്ങളിൽ, കമ്മ്യൂണിസ്റ്റ് സർവാധിപത്യ രാജ്യങ്ങളിൽ അവർ ചെയ്യുന്നത് ഈ പറയുന്ന സംവിധാനത്തെ ഏതെങ്കിലും ഒരു വ്യക്തി കൈപ്പിടിയിലാക്കി കഴിഞ്ഞാൽ പ്രതിയോഗികളായിട്ടുള്ള സഖാക്കന്മാരെയും നേതാക്കന്മാരെയും കൊന്നുകളയുക എന്നുള്ളതാണ്. ഇപ്പൊ റഷ്യയിൽ സംഭവിച്ചു, ചൈനയിൽ സംഭവിച്ചു, ലോകത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളിലും പ്രതിയോഗികളെ കൊന്നുകളയുന്നു. ഇപ്പൊ നമുക്ക് കൊറിയയിലേക്ക് നോക്കിയാൽ കാണാം, കിം ഇൻ സൂങ്, അദ്ദേഹം ജോങ് സുങ് ഉൻ, ഇവരൊക്കെ ചെയ്തത് എന്താണ്? പ്രതിയോഗികളെ കൊന്നുകളഞ്ഞു. ചിലപ്പോൾ അമ്മാവനായിരിക്കും, ചിലപ്പോൾ കൊച്ചച്ഛനായിരിക്കും, ചിലപ്പോൾ സ്വന്തം പിതാവായിരിക്കും, എങ്കിലും കൊന്നുകളയും. ഇന്ത്യയിൽ ജനാധിപത്യവും പോലീസും കോടതിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് കൊല്ലുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സത്യത്തിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോ അവിടെയുണ്ട്. പക്ഷെ പോളിറ്റ് ബ്യൂറോയ്ക്ക് അധികാരമില്ല. സെൻട്രൽ കമ്മിറ്റി അവിടെയുണ്ട്. സെൻട്രൽ കമ്മിറ്റിക്ക് അധികാരമില്ല. പിന്നെ എവിടെയാണ് അധികാരം? അധികാരം ഒരു വ്യക്തിയിൽ നിൽക്കുകയാണ്, പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, സെൻട്രൽ കമ്മിറ്റിയിലേക്ക് സ്വന്തം മരുമകനെ കൊണ്ടുവരിക, റിയാസിനെ കൊണ്ടുവരിക. എന്നിട്ട് സെൻട്രൽ കമ്മിറ്റിയിൽ വെച്ചുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം 3-ാം തവണ റിയാസിനെ ഏൽപ്പിക്കുക. ഇതായിരുന്നു പിണറായി വിജയന്റെ ലക്ഷ്യം. ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ അതേ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് റിയാസിന് പകരം വരുന്നത് P.K. ശ്രീമതിയാണ്. അപ്പൊ ശ്രീമതിക്ക് പ്രായം കഴിഞ്ഞു, 75 വയസ്സ് കഴിഞ്ഞു. പക്ഷെ അവര് മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള ഒരു ന്യായം കണ്ടെത്തിക്കൊണ്ട് കേരളത്തിന് പുറത്തുള്ള പാർട്ടിയുടെ നേതാക്കന്മാര്, അതായത് മഹാരാഷ്ട്രയിൽ നിന്നുള്ളവര്, പശ്ചിമ ബംഗാൾ, ത്രിപുര അടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവര് ഈ ഒരു തന്ത്രം എടുത്ത് പ്രയോഗിക്കുകയും പിണറായി വിജയന് എക്സംഷൻ കൊടുക്കാമെങ്കിൽ, ഇളവ് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് P.K. ശ്രീമതിക്ക് കൊടുത്തുകൂടാ എന്ന ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ പിണറായി വിജയൻ ഒന്നും പറയാൻ പറ്റി. കാരണം പിണറായി വിജയൻ ഇളവ് കിട്ടി, P.K. ശ്രീമതിക്ക് ഇളവ് കൊടുത്തു. പക്ഷെ അവിടെ ഒരു പടിക്ക് 2 പക്ഷി എന്നുള്ള നിലയിൽ പിണറായിയുടെ സ്വന്തം തട്ടകത്തിൽ നിന്ന് തന്നെ എതിരാളിയെ സൃഷ്ടിക്കുകയും പിണറായിയുടെ മരുമകനെ സൗകര്യപൂർവ്വം വെട്ടി ഒതുക്കുകയും ചെയ്തു. ഇത് രണ്ടും മറ്റ് സംസ്ഥാനങ്ങളിലെ സഖാക്കന്മാരുടെ നേതൃത്വത്തിൽ ഭംഗിയായിട്ട് നടന്നു. MA ബേബിയെയും MV ഗോവിന്ദനെയും ഇടതും വലതും നിർത്തിയിട്ട് പോലും പിണറായി വിജയൻ അവിടെ പരാജയപ്പെട്ടു പോയി. ആ പരാജയത്തിന്റെ പ്രതീകമാണ് P.K. ശ്രീമതി. അതായത് P.K. ശ്രീമതിയെ പിണറായി വിജയന്റെ മുമ്പിൽ നിർത്തുമ്പോൾ മഹാഭാരതത്തിലെ ദ്രോണാചാര്യരുടെ മുമ്പിൽ മറ്റേ ശിഖണ്ഡിയെ നിർത്തുന്ന പോലെയാണ് ഈ പിണറായിക്ക് തോന്നുന്നത്. അപ്പൊ ശിഖണ്ഡിയെ കണ്ടു കഴിഞ്ഞാൽ ദ്രോണാചാര്യ അമ്പും വില്ലും താഴെ വെക്കും.
പക്ഷെ ഈ പിണറായി വിജയൻ ദ്രോണാചാര്യരല്ലാത്തതുകൊണ്ട് അമ്പും വില്ലും താഴെ വെക്കുകയല്ലേ, ഇത് ശിഖണ്ഡിക്ക് നേരെ ഇപ്പോ അമ്പും വില്ലും എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദ്രോണാചാര്യരും ശിഖണ്ഡിയും തമ്മിലുള്ള ഒരു യുദ്ധം നമുക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് കാണാം. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവുമില്ല, PK ശ്രീമതിയെ നശിപ്പിച്ച് നാനാവിധമാക്കി കളയും പിണറായി വിജയൻ. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് ശ്രീമതിയുടെ നഷ്ടമല്ല, MV ഗോവിന്ദന്റെ നഷ്ടമല്ല, MA ബേബിയുടെ നഷ്ടമല്ല, പോളിറ്റ് ബ്യൂറോയും സെൻട്രൽ കമ്മിറ്റിയും അപഹാസ്യമാവുന്നു എന്നുള്ളതാണ്. CPIM-ന്റെ ഹൈറാർക്കിയും പാർട്ടി ഘടനയും നേതൃത്വ സംവിധാനവും അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. എന്നാൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ കഴിവുള്ളവർ ഒറ്റയാളും പാർട്ടിയുടെ ഒരു സ്ഥാനത്തും ഇപ്പൊ ഇരിപ്പില്ല. കംപ്ലീറ്റ് വെട്ടി ഒതുക്കി കളഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അടുത്ത ഒരു നിയമസഭാ ഇലക്ഷൻ ആകുമ്പോഴേ, അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഈ പാർട്ടിയുടെ ആന്തരിക ഘടന എന്ന് പറഞ്ഞാൽ സ്കെലിട്ടൺ തകർന്നു വീഴുക തന്നെ ചെയ്യും. പുറമേ ഉള്ളവർക്ക് പെട്ടെന്നൊന്നും തോന്നുകയില്ല. പക്ഷെ അകമേ ഉള്ള അതിന്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഡിമോളിഷ് ചെയ്യപ്പെടും, ആന്തരികമായിട്ട് തകരും. അതായത് ഇപ്പൊ നമ്മുടെ ഒരു മനുഷ്യൻ ശരീരത്തെ താങ്ങി നിർത്തുന്നത് നമ്മുടെ അസ്ഥി കൂടമാണ്. പക്ഷെ അസ്ഥി മൊത്തം ദ്രവിച്ചു പൊടിഞ്ഞു പോയാലും കുറച്ചു നേരത്തേക്കൊക്കെ ശരീരം അങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞായിരിക്കും ഇത് തകർന്നു വീഴും. ഈ അവസ്ഥയിലാണ് ഇപ്പൊ CPIM നിൽക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. തീർച്ചയായും ഈ രീതിയിൽ ഇവർ പെരുമാറുമ്പോൾ അറിയാം, എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗോവിന്ദൻ മാഷിനൊന്നും അറിയാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ കണ്ണൂർ ലോബി എന്നൊക്കെ പറയുന്ന ജയരാജൻ, ഇവർക്കൊന്നും ആർക്കും അറിയാഞ്ഞിട്ടേ അല്ല ഇതാണ് ഉദ്ദേശം. ഞാൻ പറഞ്ഞത് MV ജയരാജന്റെ ഒക്കെ കാര്യമാണ്. ഇവർക്കൊക്കെ അറിയാഞ്ഞിട്ടല്ല, ഒരു പാർട്ടിക്ക് തന്നെ അപഹാസ്യമാകും എന്നുള്ള ഒരു കാര്യം. പക്ഷേ എന്തുകൊണ്ട് പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് ഇവരെല്ലാവരും എല്ലായ്പ്പോഴും ഒരു മൗനാനുവാദം കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏകാധിപത്യ സ്ട്രക്ചറാണ്. അധികാരത്തിലിരിക്കുന്ന വ്യക്തി എന്ത് കാര്യം ചെയ്താലും പാർട്ടിക്ക് അതിനെ എതിർക്കാൻ പറ്റില്ല. ഗോർബച്ചേവ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. സോവിയറ്റ് യൂണിയനിൽ ഗോർബച്ചേവ് അധികാരത്തിൽ വന്നു, ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്യുമ്പോൾ ഒരു പാശ്ചാത്യ പത്രലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം കാത്തിരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഈ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും പറയാതിരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, എനിക്കിത് എല്ലാ കാലത്തും മനസ്സിലുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിടണമെന്നും എന്റെ ആഗ്രഹത്തിലുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ ഇവർ കൊല്ലുമായിരുന്നു. അതുകൊണ്ട് സർവാധികാരത്തിൽ വന്നു കഴിഞ്ഞ് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് പാർട്ടി ഘടന. ഇതാണ് ഗോർബച്ചേവ് പറഞ്ഞ മറുപടി. ഇപ്പൊ പിണറായി വിജയന്റെ മനസ്സിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു, എന്നോടുകൂടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകരണം, നശിക്കണം, ഞാനായിരിക്കണം അവസാനത്തെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് പിണറായി വിജയന്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞാൽ പിണറായി വിജയൻ ഈ സ്ഥാനത്ത് വരാൻ പറ്റിയല്ല. ഇപ്പൊ സ്ഥാനത്ത് വന്നു, ഇനി എനിക്ക് ശേഷം പ്രളയം, ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവരുത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവരുത്, ചരിത്രത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന ആ റെക്കോർഡ് പിണറായി വിജയന് സ്വന്തമായിട്ട് വേണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാലം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് തക്കം കിട്ടിയപ്പോൾ അടിച്ചത്. ഏതായാലും പിണറായി എന്നുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ അന്തകനായി ചരിത്രം രേഖപ്പെടുത്തും. തീർച്ചയായും ആ രീതിയിലേക്കുള്ള ഒരു പോക്ക് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം പാർട്ടിയോട്. പക്ഷെ ജയസൂര്യൻ സർ പറഞ്ഞ ഒരു പോയിന്റ് അതാണ് ഇനി യാഥാർത്ഥ്യമാകാൻ പോകുന്നതും. ഇത്തരത്തിൽ ഒരു ഏകാധിപതിയെ പോലെ പിണറായി വിജയൻ പെരുമാറുമ്പോൾ അവിടെ നഷ്ടം MA ബേബിക്കല്ല, PK ശ്രീമതിക്കല്ല, MV ഗോവിന്ദൻ മാഷിനല്ല, മറ്റാർക്കുമല്ല. അത് പോളിറ്റ് ബ്യൂറോയ്ക്കും സെൻട്രൽ കമ്മിറ്റിക്കും, ഈ പാർട്ടിക്ക് തന്നെയാണ് അതിന്റെ ഒരു നഷ്ടം. കാരണം പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇവര് വീണ്ടും പരിഹാസ്യരാകുന്നു, അപഹാസ്യരാകുന്നു എന്നൊക്കെയുള്ളതാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ.